ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണൊക്കെ എങ്ങനെ ആഘോഷിച്ചു? അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ്. അതായത് ചാത്തനാടുള്ള എൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ ആരും പ്രത്യേകിച്ച് റെക്കമെൻഡ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ചുമ്മാ കാണിച്ചു തന്നെയാണ് എൻ്റെ വീടൊക്കെ എങ്ങനെയാണ്, വീടും പരിസരവും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പോണെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനപ്പോൾ ദേ നമ്മുടെ വഴി കൂടെ എൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാം. അപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ട് തുറക്കുമ്പോൾ കാണുന്ന വീടിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കാണുന്നത്. ഓപ്പട ചെടികളും കുറേ അലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി. അപ്പോൾ ഇവിടെ ഒരു അച്ചറ സൈക്കിൾ ഇരിപ്പുണ്ട് കേട്ടോ. അച്ഛ ലോക്കലായിട്ടുള്ള ചെറിയ ഓട്ടങ്ങൾക്ക് അച്ചറ സൈക്കിളാണ് എടുക്കുന്നത്. പിന്നെ അത് ഇവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ വെക്കണ സ്ഥലം. ഒപ്പടെ വണ്ടി, അമ്മച്ചിയുടെ വണ്ടിയൊക്കെ വെക്കണ സ്ഥലമാണിത്. ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം, ഒരു പോർച്ച് പോലെയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. നേരത്തെ ഞങ്ങൾ പണ്ട് അഴേക്ക് നമ്മുടെ തുണിയൊക്കെ വിരിച്ചിരുന്ന സ്ഥലമാണ്, അഴയൊക്കെ കിട്ടിയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ നമുക്ക് മുകളിൽ സ്പേസ് ഉള്ളതുകൊണ്ട് മുകളിലേക്കാണ് തുണിയൊക്കെ വിരിക്കുന്നത്. പിന്നെ ഇത് ഒപ്പടെ കുറച്ച് ചെടികളോടുള്ള ഭ്രാന്താണിത്. ജസ്റ്റ് ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ നമ്മുടെ, അതൊരു ചെറിയ അക്വേറിയം ഉണ്ട്. ഇതിലൊന്നുമില്ല, കുറേ മീനൊക്കെ ചത്തുപോയായിരുന്നു. കുറേ മീനുണ്ടായിരുന്നു, അതൊക്കെ ചത്തുപോയി. പിന്നെ ഒരു ചെരുപ്പിൻ്റെയൊക്കെ റാക്ക്, ഹെൽമെറ്റ് വെക്കാം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടത്തെ കുഞ്ഞൂസിൻ്റെ ഒരു തൊട്ടിലുണ്ട്. കുഞ്ഞൂസില്ല, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞൂസിനെ ആട്ടി കാണിക്കായിരുന്നു. ഇത് പൊക്കി വെച്ചേക്കാം കേട്ടാ. കുഞ്ഞൂസില്ല, കുഞ്ഞൂസുള്ളപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ എടുക്കാം. ഇനി ഇതേ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാട്ടാ. ഇതൊക്കെ ഓപ്പട കലാവിരുതുകളാണ്, ചെടികളൊക്കെ തൂക്കിയിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് കയറാം. അപ്പം ഇതൊരു ചെറിയ സിറ്റ് ഔട്ടാണ് ഞങ്ങളുടെ. 2 ചെയറുണ്ട് അങ്ങനെ. ഇനി നമുക്ക് നേരെ ഹാളിലേക്ക് കയറാം. അപ്പോൾ ഒരു കുഞ്ഞ് ഹാളാണ് കേട്ടോ ഞങ്ങളുടെ. കുറച്ച് പേർക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ കുഞ്ഞ് ഹാള്. അവിടെ തന്നെ ഒരു TV യൂണിറ്റ് ഉണ്ട്. ഇതൊക്കെ ഒപ്പടെ അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ. നേരത്തെ വേറൊരു TV സ്റ്റാൻഡായിരുന്നു, ഭയങ്കര വലുതായിട്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാളിൻ്റെ സ്പേസ് പകുതി കളയുന്നൊരു TV സ്റ്റാൻഡായിരുന്നു. ഇപ്പോൾ ഇതായപ്പോഴേക്കും കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. പിന്നെ ഇതേപോലെ നമുക്ക് വാർഡ്രോബ് പോലത്തെ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതേ കുഞ്ഞൂസിൻ്റെ ഐറ്റംസൊക്കെ ഇതേപോലെ നമുക്ക് വെക്കാം. പുറത്തോട്ടൊന്നും അധികം സാധനങ്ങൾ കാണുമല്ലോ, ഇതേ പേപ്പർ, അങ്ങനെ പല സാധനങ്ങൾ നമുക്കിവിടെ വെക്കാവുന്നതുകൊണ്ട് അധികം വൃത്തികേടാവില്ല നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ 2 വർഷം മുന്നേ അമ്മച്ചിക്ക് ഒരു വിഷുവിന് സർപ്രൈസ് കൊടുത്തിട്ടുള്ള കൃഷ്ണനാണ് കേട്ടോ. നല്ല വലിയ കൃഷ്ണൻ. സെയിം വർഷം തന്നെ ഞാൻ അമ്മച്ചിക്ക് ഒരു ചെറിയ കൃഷ്ണൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൃഷ്ണനാണിത്. പിന്നെ ഇതൊക്കെ പണ്ട് തൊട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ്. ഇതേ കുഞ്ഞൂസിൻ്റെ റോബോട്ട്, ലൈറ്റ് കത്തണം, സ്റ്റാർസൊക്കെ വരുന്ന റോബോട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് നമ്മുടെ കൃഷ്ണൻ. ഇതൊക്കെയുള്ളു. പിന്നെ ഇത് നമ്മുടെ ദിവാങ്കോട്ട്. ഇതൊക്കെ പണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള സാധനങ്ങളാണ്, ഫർണിച്ചേഴ്സ്. അപ്പോൾ പിന്നെ ഷോക്കേസിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ഷോക്കേസിൽ. ചെറുപ്പം തൊട്ട് 5ാം ക്ലാസ് തൊട്ടുള്ള നമ്മുടെ ഗിഫ്റ്റുകൾ, നമ്മൾ ക്രിസ്മസിനൊക്കെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് നമ്മൾ ഗിഫ്റ്റൊക്കെ കൈമാറൂല്ലേ, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട് കേട്ടോ. അതേ ഇത് കാണിച്ചു തരാം. ഈ ഒരു ഐറ്റമൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സാധനങ്ങളല്ലേ. ഇതൊക്കെ എൻ്റെ 5ാം ക്ലാസ്സിലത്തെ ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാനും അമ്മച്ചിയും കൂടി പണ്ട് ചിറ്റടയൊക്കെ കൂടി ടൂർ പോയപ്പോൾ മുരുടേശ്വരം എന്ന് പറഞ്ഞ ടെമ്പിളില്ലേ, അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത്. എന്നൊക്കെ ഇതിനൊക്കെ 25 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മച്ചി ഞാനും കൂടി അങ്ങനെ മേടിച്ച്. ഇതൊക്കെ എനിക്ക് +2 ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് +2 അല്ല, ഇതാണ് +2. ഇതെനിക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയ ഗിഫ്റ്റാണ്. സ്റ്റെഫി ഇതെന്നാണെന്ന് എനിക്കൊരു ഓർമ്മ, എൻ്റെ ഫ്രണ്ട്. ഇത് അക്ഷര എന്ന് പറഞ്ഞ ഫ്രണ്ട് എന്നത്. അങ്ങനെ ഞാൻ ഇതിൻ്റെയൊക്കെ ഓൾറെഡി ചില ഗിഫ്റ്റിൻ്റെയൊക്കെ താഴെ ആരാണ് തന്നതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറേ വർഷങ്ങൾ മറന്നു പോകില്ല തന്നവരുടെ പേരും. അങ്ങനെ തുറക്കാൻ പറ്റണില്ല. അങ്ങനെ ദേ ഈ ഗിഫ്റ്റ്, ദേ ഒരു ഫോട്ടോ കണ്ട. പണ്ട് ഞാൻ 7ാം ക്ലാസ്സിലത്തെ വെക്കേഷന് ടൂർ പോയപ്പോൾ അമ്മച്ചി ഞാനും കൂടി
നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഇത് സിൽവർ സ്ട്രോം അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഫോട്ടോയാണ്. ഇത് ഗിഫ്റ്റുകൾ. അതിൻ്റെ ബാക്കിൽ ഞങ്ങളുടെ +2 ടൂർ പോയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ വെച്ചേക്കിട്ടാണ്. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്. ഈ ഷോക്കേസ് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കുറേ സാധനങ്ങൾ ഇതേപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റി. ഇത് ഈ പട്ടിക്കുട്ടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിൽ നേരത്തെ 2-3 പട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരിപ്പോൾ മരിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി. അപ്പോൾ അവന്മാരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവന്മാരെ ആ പേര് വിളിക്കാറുണ്ടായിരുന്നു നേരത്തെ ചെറുപ്പത്തിൽ കേട്ടോ. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ 9, +2, ഡിഗ്രി വരെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ അടിയിൽ പേര് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പു, പപ്പി, ടിങ്കു എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരാളെ കാണാറില്ല. ഗൈസ്, ഞാൻ ഹോം ടൂർ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കുളു എന്നെ കൊണ്ടുവരാൻ വന്നു. എന്നെ കൊണ്ടുവരാൻ വന്നു ബാക്കി. അപ്പം ഇതൊക്കെയാണ് ഈ ഹാളിലത്തെ വിശേഷങ്ങൾ. ഇവിടെ കുറേ ദൈവങ്ങളുടെ ഒരു ഫോട്ടോ. പിന്നെ ഇത് കുഞ്ഞൂസിൻ്റെ ഗിറ്റാറാണ് കേട്ടോ. ബർത്ത്ഡേക്ക് ഒപ്പം മേടിച്ചെടുത്ത ഗിറ്റാറാണ് കുഞ്ഞൂസിന്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അതായത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അവർ സ്വന്തം വീട്ടിൽ. അപ്പോൾ ആ ഒരു സ്പേസാണ് ഈ കാണുന്നത്. ഇതാണ് സോഫ. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങിയിട്ടുള്ള സ്പേസാണിത്. കല്യാണത്തിന് മുന്നേ എപ്പോഴും ഞാൻ കിടന്നുറങ്ങിയിരുന്നു വെച്ചത്. ഡെയിലി നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു റൂം ഉണ്ടാവില്ലേ. പക്ഷെ എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സോഫയാണ്. ഞാൻ ഇവിടെ വളഞ്ഞൂടി ഇങ്ങനെ കിടന്നാലേ എനിക്ക് തൃപ്തി വരുള്ളൂ. ഇതേപോലെ ഒരു തലങ്ങണിയും വെച്ച് ഇങ്ങനെ വളഞ്ഞുകൂടി കിടക്കും. ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് തല വെച്ച് കിടക്കും, അതല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് തലങ്ങണി വെച്ചിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ അതേപോലത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഈ പറഞ്ഞ ഈ സോഫ സെക്ഷൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ അങ്ങനെ കിടക്കാറുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ കിടന്നിട്ടുള്ളത് ഇപ്പോൾ കല്യാണത്തിന് ശേഷമാണെങ്കിൽ കുളു ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ റൂമിൽ കിടക്കാറുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാറുള്ളൂ. പിന്നെ അമ്മച്ചിയുടെ അടുത്ത് കിടക്കാം, അമ്മയുടെ കൂടെ കിടക്കും റൂമിൽ. അല്ലാണ്ട് ഞാൻ അങ്ങനെ കിടക്കാറില്ല റൂമിൽ. ഇനി നമുക്ക് നേരെ ഓപ്പയുടെ റൂമിലേക്ക് പോകാം. നമ്മുടെ തെക്കേ മുറി ലൈറ്റ് എടുത്തിട്ടാ. ഇതാണ് ഓപ്പയുടെ റൂം. കുഞ്ഞൂസിൻ്റെ ഒരു സാധനം. ഇത് നമ്മളിപ്പോൾ കുഞ്ഞൂസ് കളിക്കണമെന്നില്ല കേട്ടോ. കുഞ്ഞൂസ് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് തട വെക്കില്ല, താഴത്തോട്ട് വീഴാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ വെക്കുന്നൊരു ഏരിയയാണ്. പിന്നെ ഇതേ ഒപ്പടം മുറിയിലത്തെ ഒപ്പടം കിങ്ങിൻ്റെ ഫോട്ടോ. ഇത് കുഞ്ഞൂസിൻ്റെ. പിന്നെ ഇതേ എൻ്റെ ബുക്കുകളാണ് കേട്ടോ. എൻ്റെ ബുക്കുകൾ മാത്രമല്ല, അമ്മച്ചിയുടെ ബുക്കുണ്ട്. പിന്നെ നമ്മുടെ പഴയ ഡിക്ഷണറി, കമ്പ്യൂട്ടറിൻ്റെ ഒരു ബുക്ക്, പണ്ട് കുഞ്ച ഓപ്പൊക്കെ അടിച്ചെടുത്തിട്ടുള്ളത്, PSCയുടെ ബുക്ക്, +2 എൻ്റെ ചില നമ്മുടെ ചെറിയ ഗൈഡൊക്കെ ഉണ്ടാവില്ലേ. ഇതേ കണ്ട് ബോട്ടണി, സുവോളജി, ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ പണ്ടായിട്ടുള്ള ബുക്കുകളാണ്. ഇതേ എൻ്റെ ഓട്ടോഗ്രാഫ്, എൻ്റെ 10ാം ക്ലാസ്സിലത്തെ ഓട്ടോഗ്രാഫാണിട്ടത്. കാണിച്ചു തരാം. എൻ്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫാണിത്. ഒരു ഓട്ടോഗ്രാഫും കൂടി ഉണ്ട്. ഇത് ഇതിലുണ്ടാകുന്ന എനിക്കറിയില്ല. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓട്ടോഗ്രാഫാണ്. ഇത് ഓർമ്മയുള്ളവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ. പിന്നെ ഇതേ വിളക്ക്, കിണ്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് സേഫ് ആക്കി വെച്ചേക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ വിളക്ക് കത്തിക്കാറില്ല, പകരം ചെറിയൊരു മൺചിര അതാണ് വീട്ടിൽ കത്തിക്കാറുള്ളത്. അപ്പോൾ വിളക്കൊക്കെ എടുത്ത് മുകളിൽ വെച്ച്. പിന്നെ ഇതെൻ്റെ ഡിഗ്രിക്ക് ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂർ പോയപ്പോൾ വയനാട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു കുരങ്ങൻ കുഞ്ഞാണ്. അപ്പോൾ ഒപ്പടെ മുറിക്ക് ഇട്ട് തൂക്കി. ഇപ്പം നമ്മ പിന്നെ ഇങ്ങനെ ആട്ടുകയാണെങ്കിൽ ഇതിങ്ങനെ കിടന്ന് ആടിക്കോളും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ്, ഡിഗ്രിക്ക് അടിച്ച ഫ്രണ്ട്സൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഭാഗ്യം. ഞാൻ അന്ന് മേടിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് കുഞ്ഞൂസിൻ്റെ മുതല. കുഞ്ഞൂസ് ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ പട്ടികളെയൊക്കെ നമ്മൾ ചങ്ങലൊക്കെ ഇറക്കൂലേ നടത്താനായിട്ട്, അതേപോലെ കുഞ്ഞൂസ് മുതലിനെ ഇതേപോലെ ചങ്ങലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും. അവന് പട്ടികളെ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് ഇതിനിട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും. പിന്നെ ഒരു ക്രിസ്മസ് പപ്പാഞ്ഞിട, ഒരു തല അങ്ങനെ. പിന്നെ ഇവിടെ ഒരു കണ്ണാടി, അതായത് അലമാര, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞ് ടേബിളുണ്ട് ചെറിയ എന്തെങ്കിലും വെക്കാനായിട്ട്. പിന്നെ ഇതേ ഓപ്പയുടെ ചെരുപ്പൊക്കെ വെക്കണ സ്ഥലം. പിന്നെ ഇത് കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു ഫ്രെയിം ചെയ്തായിരുന്നു ഫ്രണ്ടിൽ വെക്കാനായിട്ട്. അത് നമുക്ക് ഇതുവരെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ഏരിയ കറക്റ്റായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് കൊണ്ട് താഴത്തോട്ട് വീണു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചാരി വെച്ചേക്കാണ്. അപ്പോൾ കുഞ്ഞൂസ് ഇവിടെ വാതിലടക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കുഞ്ഞൂസിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയുള്ളു നമ്മുടെ ഈ റൂമിലത്തെ കാഴ്ചകൾ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പഴയ ക്ലോക്കാണ്. പഴയതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറിയ പേരായിരുന്ന സമയത്ത്, എൻ്റെ ഓർമ്മയിൽ എൻ്റെ LKG UKG ഫസ്റ്റ് സെക്കൻഡ് ആ ക്ലാസ്സൊക്കെ ഇല്ലേ, ആ സമയത്ത് ഉള്ള ഒരു ക്ലോക്കാണിത്.
പിന്നെ ഒരു ബെർത്തിൻ്റെ മുകളിൽ ചെറിയ പെട്ടികൾ, അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെക്കൂലേ, അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓപ്പട മുറിയിലത്തെ, അതായത് നമ്മുടെ തെക്കേ മുറിയിലത്തെ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി വേറെ മുറിയിലേക്ക് പോവാം. ഗൈസ്, ഇവിടെയൊക്കെ നേരത്തെ കുറേ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരു കണിക്കുന്ന മരം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പഞ്ചസാരപ്പഴത്തിൻ്റെ മരം ഉണ്ടായിരുന്നു, പിന്നെ നിത്യകല്യാണി എന്ന് പറഞ്ഞ ചെടിയൊക്കെ ഉണ്ടായിരുന്നു സൈക്കിളൊക്കെ ഇരിക്കുന്നിടത്ത്. പിന്നെ അവിടെ ഒരു ചെമ്പരത്തി ഉണ്ടായിരുന്നു, അതായത് കുളുവിൻ്റെ ബൈക്കിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട്. പക്ഷെ നമ്മൾ ഈ ഡ്രസ്സ് ഇറക്കുന്ന സമയത്ത് അതെല്ലാം കട്ട് ചെയ്തു. അപ്പം അതേ ഇതാണ്ട് നേരത്തെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നിട്ടുള്ള ചെറിയ മരങ്ങൾ, ചെമ്പരത്തിയുടെ ഒരു മരം, അതുപോലെ തന്നെ നിത്യകല്യാണി ആണെങ്കിലും പെട്ടെന്ന് തന്നെ വളർന്ന് നല്ലൊരു മരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തെങ്ങ്, അതെല്ലാം വെട്ടി മാറ്റി ഇപ്പോൾ നല്ല ക്ലീനാക്കി ഡ്രസ്സ് ഇറക്കണതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പ്രത്യേകിച്ച് ആ നിത്യകല്യാണി വെട്ടിയപ്പോഴും തെങ്ങ് വെട്ടിയപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. തെങ്ങ് ഞാൻ വല്ല നിവർത്തിയുണ്ടായിരുന്നു ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നാണ് ഇങ്ങോട്ട് കൈതാരത്തേക്ക്. പക്ഷെ അത്രയും വലുതായതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് വേണ്ടെന്ന് വെച്ച്. അങ്ങനെ എനിക്കതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം അത്രയും വലുതായതല്ലേ എന്നുള്ള ഒരു ഇത് വെച്ചിട്ട്. പിന്നെ എനിക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായതല്ലേ, നല്ല രസമുണ്ടായിരുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നല്ലോ, അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ സങ്കടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ആ സമയത്തുണ്ടായിരുന്ന അമ്മച്ചി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തായിരുന്നു അമ്മച്ചിക്ക്. അതൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ആ അകത്ത് ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വെയിലൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നേരത്തെ നല്ല വെട്ടമായിരുന്നു, ഭയങ്കര വെട്ടമായിരുന്നു. വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ മഴയുടെ കാര്യത്തിൽ നിന്നൊക്കെ നമ്മൾ സേഫായി. ബാക്കി കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നഷ്ടമായി. ഇപ്പോൾ ഇത് കാണുന്ന പോലെ നല്ല പച്ചപ്പായിരുന്നു വീടിൻ്റെ അകത്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി, എന്നാലും സാരില്ല, നല്ലൊരു ക്ലീനായിട്ടുണ്ട് നമ്മുടെ കോമ്പൗണ്ട്. ഒരു ദിവസം വീട്ടിലിങ്ങനെ വന്നപ്പോഴേക്കും നിത്യകല്യാണി എന്നൊരു ചെടി ഉണ്ടായിരുന്നു. ഫുള്ള് എപ്പോഴും മുല്ല പോലത്തെ ആ ഒരു ചെടിയില്ലേ, അതങ്ങോട്ട് വെട്ടിയിട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് തകർന്നു പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വരും. 2 ദിവസത്തേക്ക് ആ ഒരു ഹാങ് ഓവറിലായിരുന്നു. കാരണം രാവിലെ എനിക്ക് വരുമ്പോഴേക്കും എപ്പോഴും പോവായിരുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതൊരു ദിവസം പെട്ടെന്ന് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം, അത് അക്സെപ്റ്റ് ചെയ്യാനിടയിൽ 2 ദിവസം എടുത്തത്, എന്താണെന്നറിയില്ല. അങ്ങനെ ഇതേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് ഇത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് വ്യൂ ആണ് ഈ കാണുന്നത്. നേരെ ഒരു പോക്കറ്റ് വഴിയാണ് നമ്മുടെ വീടിൻ്റെ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പം ഇനി നമുക്ക് എൻ്റെ റൂം, അതായത് അമ്മച്ചിയുടെ റൂമിലേക്ക് പോവാം. എൻ്റെ റൂം എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഞാനും കുളും കൂടി ഉണ്ടെങ്കിൽ മാത്രം അത് ഞങ്ങൾ 2 റൂം യൂസ് ചെയ്യും. അതല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സോഫയിലാണ് ഞാൻ കിടക്കാറുള്ളത്. അപ്പോൾ ദേ ഈ സോഫയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ റൂമുള്ളത്. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂം എന്ന് പറയാനായിട്ടില്ല, ഞാനിവിടെ കിടക്കാറില്ല. ഞാനിതിവിടെ കല്യാണത്തിന് മുന്നെയാണ് ഉള്ളത്, യൂസ് ചെയ്തിട്ടില്ല. പഠിക്കാനൊക്കെ ഇരിക്കുമായിരുന്നു ഈ റൂമിലിരുന്നുകൊണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിങ്ങനെ ഷെൽഫ്, അതിലേക്ക് കുറേ ഡ്രസ്സൊക്കെ, നമ്മുടെ വീട്ടിലിരുന്ന ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് നമ്മുടെ പഴയ അലമാരയാണ്. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് അമ്മച്ചിയുടെ കല്യാണത്തിനൊക്കെ സമയത്തുള്ളതായിരിക്കണം എന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ പണ്ട് തൊട്ടുണ്ടായിരുന്നൊരു അലമാര, എൻ്റെ ഓർമ്മ വെച്ചപ്പോഴത്തുള്ളൊരു അലമാരയാണിത്. പിന്നെ അതെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഈ മുറിയിൽ മാത്രമേ ഇപ്പോൾ ബാത്റൂം ഉള്ളൂ. പിന്നെ ഒരെണ്ണം കോമൺ ആയിട്ട് പുറത്തുള്ളതാണ്. ഈ ബാത്റൂം ഡോറിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 സമയത്തൊക്കെ ഫിസിക്സ് പഠിക്കുന്ന സമയമില്ല, ബയോമാക്സ് സ്റ്റുഡൻസിന് അറിയാൻ പറ്റും, ഇക്വേഷൻസ് ഒക്കെ പ്രൂവ് ചെയ്യാനുണ്ടാവും ഫിസിക്സിൽ. അപ്പോൾ ഈ ഒരു ബോർഡിൽ നിന്നാണ് ഞാൻ, ഈ ബോർഡല്ല, ഈ ഒരു ബാത്റൂം ഡോറിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻസ് ഒക്കെ പ്രൂവ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇത് അതിൻ്റെ ഒരു അടയാളം എന്നുള്ള രീതിക്ക് 3 മിൽക്ക് എന്ന് എഴുതിയിട്ടാണ്. ഇത് ഞാൻ പണ്ട് എഴുതിയിട്ടതാണ് പ്ലസ് 2 പഠിക്കുന്ന സമയത്ത്. ഞാനിവിടെ ബോർഡായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തോ കാര്യം വന്നപ്പോഴേക്കും ഞാൻ അങ്ങനെ ചുമ്മാ എഴുതിയിട്ടതാണ്. അതിന്നും മാഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്ലസ് 2 എന്ന് പറയുമ്പോൾ 2014 അല്ലെങ്കിൽ 2013 പ്ലസ് 1 സമയം, 10 വർഷം കഴിഞ്ഞിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ ഒരു എഴുതിയേക്കണം മായച്ചിട്ടില്ല, അതവിടെ അങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ പണ്ട് എൻ്റെ ബോർഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണല്ലോ ഈ പറഞ്ഞ ഈ ഡോറെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിക്ക് അത് അങ്ങനെ വെച്ചേക്കണേണ്. നിങ്ങൾ ഇതേപോലെ ബാത്റൂം ഡോറ് ബോർഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ റൂം ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മച്ചിയുടെ അമ്മയോടുള്ള സമയത്ത് ഈ മുറിയിലാണ് കിടക്കാറുള്ളത്. അപ്പം ഞാൻ അതിന് തൊട്ടപ്പുറത്ത് കിടക്കും. ഈ സൈഡിൽ ഞാൻ കിടക്കും, അമ്മച്ചിയുടെ അമ്മ ഇവിടെ കിടക്കും. ഇപ്പം അമ്മച്ചി ഇവിടെ കിടക്കും, അമ്മയുടെ ഇവിടെ കിടക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ അപ്പുറത്ത് കിടക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ റൂമിലത്തെ കാഴ്ചകൾ. അവിടെ ഒരു ചെറിയ ബർത്ത്, അത് നമ്മൾ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല ഈ റൂമിൽ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഹാളിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം.
ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ ഹാൾ ഇരിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ ഒരു ഡൈനിങ് ഏരിയ. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറില്ല, കാരണം ടി വി കാണാൻ പറ്റൂല. പിന്നെ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് വേറെ പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ടീപ്പോയിൽ നിന്നാണ് കഴിക്കണേ. കറികളൊക്കെ ഇതിൽ വെക്കും, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. അതും അല്ലെങ്കിൽ ടീപ്പോയും കൂടെ അങ്ങോട്ട് നീക്കിയതിന് ശേഷം താഴെ ഇരുന്ന് വട്ടം വളഞ്ഞിരുന്ന് ചോറും കറിയും കാലും ഒക്കെ വെച്ചിട്ട് അതാകുമ്പോൾ മര്യാദക്ക് ഇരുന്ന് ടി വിയും കാണാൻ നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് കയ്യും കാലൊക്കെ നീട്ടിയിട്ടൊക്കെ ഇരിക്കാം. കൂടുതൽ താഴത്തൊന്നും അങ്ങനെ ഇരിക്കാത്തതാണ്. ഇവിടെ വരുമ്പോഴേക്കും താഴത്തിരിക്കും, കാരണം കുറച്ചും കൂടി മര്യാദയ്ക്ക് ഇരിക്കണമെങ്കിൽ താഴത്തിരുന്ന് കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാളിലത്തെ വീഡിയോ. ഇവിടെ ഒരു ഫാൻ, ഇവിടെ ക്രോക്കറി ഐറ്റംസൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു. പിന്നെ ഇവിടെ അതിൻ്റെയൊക്കെ ബോക്സുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഒരു കണ്ണാടി, ഒരു വാഷ് ബേസിൻ, അത്രയും ഉള്ളൂ. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് കടക്കാം. ഇവിടുത്തെ ഒരു ചെറിയൊരു ചെരുപ്പിൻ്റെ റാക്കുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുക്കള. ഇവിടെ ഇപ്പോൾ ഞാൻ ഇന്നലെ വെച്ച ചിക്കൻ കറിയുടെ ബാക്കിയുണ്ട് കേട്ടോ. ഇന്നലെ ഞാനൊരു കുക്കർ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ ചിക്കൻ ഫ്രൈ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഞാനിപ്പോൾ ഉണ്ടാക്കിയാണ്ടത് ക്യാരറ്റും ബീൻസും ചെമ്മീനും കൂടി ചെറുതായിട്ട് ഇങ്ങനെ ഉലത്തിയേക്കണത്. അമ്മച്ചിക്കിന് വരുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ അതേ ഒരു കിച്ചണിലെ കബോർഡ് നമ്മുടെ പൊടികളൊക്കെ വെക്കണം കണ്ടോ. പണ്ട് ഓപ്പട കല്യാണത്തിൻ്റെ സമയത്ത് ഇവിടെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ഈ ടിന്നുകൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടാണ് മഞ്ഞപ്പൊടി, മുളക് പൊടി എന്നൊക്കെ പറയാം, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എല്ലാവർക്കും കാണുമ്പോൾ അറിയാം, എന്നാലും ആർക്കും ഇനി തെറ്റുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ എഴുതി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. നമുക്കിനിപ്പോൾ ഹാളിലേക്ക് പോയി നോക്കണ്ടല്ലോ സമയം എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാഷ് ബേസിൻ, പാത്രങ്ങളൊക്കെ വെക്കുന്ന റാക്ക്, അങ്ങനെ 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 ഇതൊരു സംഭവം ഉണ്ട്. ഇത് ഞാനൊക്കെ ഇങ്ങനെയും കൂടി ഒരു ക്യാമറ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ എന്നുള്ള രീതിക്ക്. പക്ഷേ ഈ സാധനം റെഡിയാക്കിയതല്ലാണ്ട് ഞങ്ങൾ അന്ന് വീഡിയോ എടുത്തില്ല, ഒന്നും ചെയ്തില്ല. പിറ്റേ ആഴ്ച ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും ഞങ്ങളുടെ സെൽഫി സ്റ്റാൻഡ് എടുത്ത സാധനം അച്ഛയും അമ്മച്ചിയും കൂടെയൊക്കെ, അതായത് അമ്മച്ചി ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് അടക്കിപ്പറക്കി വെക്കണ പ്ലേസ് ആയിട്ട് മാറിയത്. അങ്ങനെ പിന്നെ അതേ ഇവിടെ ഉള്ളിക്കൊട്ട, സവാളക്കൊട്ട, അങ്ങനത്തെ കാര്യങ്ങൾ, പാത്രം വെക്കുന്നു, അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ്. ഇത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മേടിച്ച ഫ്രിഡ്ജാണ് കേട്ടോ. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ സാധാരണയുള്ള സാധനങ്ങൾ, വലിയ പാത്രങ്ങൾ, അധികം വലിയ പാത്രങ്ങളൊന്നുമില്ല, അത് ഇത്രയും കാണുന്നതേ ഉള്ളൂ. വലിയ പാത്രങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകട്ടെ. വർക്ക് ഏരിയയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അമ്മച്ചിട്ട് തയ്യൽ മെഷീൻ ഉണ്ട്. മടക്കൊക്കെ തയ്ക്കുമ്പോൾ വീട്ടിൽ നിന്നാണ് തയ്ക്കാറുള്ളത്. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. ഇനി ലൈറ്റ് ഇടാം. ഇത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ അടുപ്പ്, ഇവിടെ നിന്നാണ് അമ്മച്ചി ചോറൊക്കെ വെക്കണത്. പിന്നെ ഇത് വേറെ മൺചട്ടി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾ അന്ന് മണപ്പുറത്തുനിന്ന് മേടിച്ച സാധനം ഈ ചട്ടി എന്ന് പറയുന്നത്, കറുത്ത ചട്ടിയൊക്കെ. പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എന്തോ അതിലത്തെ ഏതോ ഒരു ചട്ടി എടുത്ത്, ഇനിയും മടിയിലേക്ക് ചട്ടികളൊക്കെ ഉണ്ട്, ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അന്ന് പൈസ ഉണ്ടായ സമയത്ത് കുറച്ച് അങ്ങനെ മേടിച്ച് വെച്ചതാണ്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ പഴയ മിക്സിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പുതിയത് വന്നപ്പോൾ നമ്മൾ പഴയതങ്ങനെ മാറ്റി വെച്ചെന്ന് മാത്രം. പിന്നെ ഇവിടെ വെള്ളം പിടിച്ച് വെക്കുന്നു. ഇത് ഞങ്ങളുടെ പഴയ ഡൈനിങ് ടേബിളാണ്. വീടിന് വലിയ ഡൈനിങ് ടേബിൾ എന്നറിയാം, കാരണം ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ മുറി ഫുള്ള് സ്പേസ് തീരും. അപ്പോൾ ഈ ബാക്കിൽ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കിട്ടും അതിന്. ഇപ്പോൾ ഇവിടെ അമ്മച്ചി ചിലപ്പോൾ ഇവിടെ നിന്ന് തുണിയൊക്കെ കട്ട് ചെയ്യും, തയ്ക്കുന്ന സമയത്ത് തുണി കട്ട് ചെയ്യുന്നു, അങ്ങനെ ഇതേപോലെ സാധനങ്ങളൊക്കെ വെക്കുന്നു. തേങ്ങ ചിരണ്ടാനായിട്ടുള്ളൊരു സ്പേസ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകുവശം. ഇപ്പോൾ ഇവിടെ പുറത്തൊരു ബാത്റൂം ഉണ്ട്, കോമൺ ബാത്റൂം. പിന്നെ പുറകിൽ കുഞ്ഞു വാഴത്തൊട്ടിട്ട് കുറേ വാഴ ഉണ്ടായിരുന്നു, പക്ഷേ ആകെ ഇവിടെ അശോകമായിട്ടിരുന്നു വാഴ കാരണം. അപ്പം അതൊക്കെ വെട്ടി ഇപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ
പട്ടിക്കൂട്. അപ്പൊ ദേ ഇതിനകത്ത് സാറമോള് നിൽക്കുന്നതാണ് എന്നെ കണ്ടപ്പോൾ. പുറകിലാണ് പട്ടിക്കൂട്. നേരത്തെ ഫ്രണ്ടിലായിരുന്നു കുഞ്ഞൂസിൻ്റെ ഊഞ്ഞാലിൻ്റെ ഒരു പ്ലേസ് ഉണ്ടല്ലേ, അവിടെയായിരുന്നു. പിന്നെ നമ്മുടെ സാധാരണ അലക്ക് കല്ല്, അമ്മച്ചിയുടെ കപ്പങ്ങ, അതിലൊന്നുമില്ല കേട്ടോ, കുനു കുനു കുനാന്ന് പറഞ്ഞ് പൊട്ട കുഞ്ഞു കുഞ്ഞു കപ്പങ്ങ ഉണ്ടായിട്ടുണ്ട് അത്. പിന്നെ ദേ മുല്ല, പിന്നെ ദേ ഞങ്ങളുടെ ചീരത്തോട്ടം. ഇതൊക്കെ വെട്ടി നിർത്തിയേക്കണോണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കണേണ്. നമുക്കിനി ഇതിന് ചീര എടുക്കണം. ഞാനിപ്പോൾ ഇന്ന് വീട്ടിൽ പോകുമ്പോഴേക്കും ഈ ചീര കുറച്ച് പൊട്ടിച്ചുകൊണ്ടും പോകും. ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ പോകും. പിന്നെ ഇത് ഞങ്ങളുടെ വേപ്പ് മരം, പഴയല്ല, അരക്ക് കല്ല്, അരക്കണ കല്ല്. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ മറ്റേതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ, നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള പോർച്ചിൻ്റെയൊക്കെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇത് അമ്മച്ചിയുടെ രാമച്ചം, വെള്ളം തിളപ്പിക്കാനൊക്കെ എടുക്കുന്ന ആ ഒരു രാമച്ചമില്ലേ, അതിൻ്റെ ആ ഒരു ചെടിയാണിത്. ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോം ടൂറ്. ഇനി നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് പോകാട്ടോ, കാരണം നമുക്കിനി നേരെ പുറത്തോട്ട് പോയിട്ട് മുകളിൽ കയറാം. പണ്ട് ഈ ഒരു സ്പേസിലായിരുന്നു പട്ടിക്കൂട് ഉണ്ടായിരുന്നത്. ഇങ്ങനെ 2 കൂടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കന്നിമൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് പൊളിച്ച് മാറ്റിയിട്ടാണ് പുറകിലോട്ട് വെച്ചത്. അപ്പം പിന്നെ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. അപ്പം ഇതിങ്ങനെ തട വെച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ മുകളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ മാറ്റിയിട്ട് മുകളിലോട്ട് കയറാം. പിന്നെ അമ്മച്ചിയുടെ ചെമ്പരത്തി മരം, അങ്ങനെ. അപ്പം നമ്മൾ മുകളിലോട്ട് കയറണേന്ന്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഈ സൺസെറ്റൊക്കെ നമുക്ക് കുറച്ച് കാണാം. അപ്പോഴത്തേ നമ്മുടെ ചാത്തനാട് പാലം കേട്ടോ കാണുന്നത്. കാണുന്നില്ലേ നിങ്ങൾ? ചാത്തനാട് പാലം, നമ്മുടെ ബീച്ച്, ചാത്തനാട് ബീച്ച്. അങ്ങനെ പിന്നെ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. ഇവിടെ ഇതാണ് നമ്മൾ ടെറസ് ഏരിയ. ഇവിടെ ഇപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. രാവിലെ കഴുകിയിട്ടാണ് അമ്മച്ചി ഞാനും കൂടെ. അതൊക്കെ നമുക്കൊന്നെടുത്ത് മാറ്റണം ഇനി. ഇവിടെ ചെറിയൊരു എല്ലാവർക്കും കൂടി കയറി ഗെറ്റ് ടുഗെദർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ടോ അപ്പ. ഇത് ഞങ്ങളുടെ പഴയ ടീപ്പോയാണ് കേട്ടോ. പുതിയ വന്നപ്പോഴേക്കും നമ്മൾ ഇത് മുകളിലോട്ട് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചില്ലടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇവിടെ നിന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ കുഞ്ഞൂസിൻ്റെ ഒരു കളിക്കണ ഒരു ഏരിയയും കൂടിയാണിട്ടത്. കുഞ്ഞൂസിൻ്റെ കളിപ്പാട്ടമൊക്കെ ഇവിടെ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂസിന് ഇവിടെ നിന്ന് മര്യാദ കളിക്കാം. കുഞ്ഞൂസിൻ്റെ ഉന്തുവണ്ടി, പിന്നെ കുഞ്ഞൂസിൻ്റെ ഒരു ജീപ്പ് ഉണ്ട് കേട്ടോ, കുഞ്ഞൂസിൻ്റെ ബസ്, കുഞ്ഞൂസിൻ്റെ ജീപ്പ്, അങ്ങനെ ഇതൊക്കെയാണ് കുഞ്ഞൂസിൻ്റെ കളിക്കുന്നത്. കുഞ്ഞൂസിന് ഇവിടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര വെയിലായിരിക്കുമല്ലോ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉണ്ടെങ്കിൽ. ഉച്ചയ്ക്ക് സമയത്തൊക്കെ ഭയങ്കര വെയിലായിരിക്കും. ഡ്രസ്സ് വർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര വെയിലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിക്കുമ്പോൾ തന്നെ കുഞ്ഞൂസ് വേർക്കും. പിന്നെ കുറച്ച് നേരം താഴത്തോട്ട് തുടങ്ങും. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയി. നേരത്തെ എന്ന് പറയുമ്പോൾ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായില്ല, ഫുൾ തുറന്ന് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പട്ടികൾ, അതായത് അവന്മാരെയൊക്കെ അഴിച്ചിടും. നമ്മൾ മുള്ളിക്കാനായിട്ടൊക്കെ അഴിക്കൂലേ, അപ്പോൾ നേരെ ഞങ്ങൾ വീടിൻ്റെ മുകളിലേക്കാണ് അഴിച്ചിടുന്നത്. എന്നിട്ട് തടയും വെക്കും. ഇതേപോലെയല്ല, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ തടസ്സം പോലെ ഈ ഒരു ഗ്യാപ്പില്ലേ ഇവിടെ ഇങ്ങനെ തട വെക്കും. അപ്പോൾ അവന്മാർക്ക് ടെറസിലും അതുപോലെ സൺഷെയ്ഡിൻ്റെ ഈ ഏരിയക്കില്ലേ, ഈ കാണുന്ന സൈഡിലെ ഏരിയ, സൺഷെയ്ഡ് ഏരിയയൊക്കെ, അവിടെയൊക്കെ അവന്മാർ ഓടിക്കളിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയെന്ന് എനിക്കറിയില്ല. ഹോം ടൂർ എന്ന് പറയുമ്പോൾ ഫർണിച്ചേഴ്സ് മാത്രം കാണിക്കുക മാത്രമല്ലല്ലോ, ഓരോ വീട്ടിലത്തെ നമ്മുടെ മെമ്മറീസും അതും കൂടി പങ്കുവെക്കുമ്പോഴെല്ലാം നമുക്കൊരു കുറച്ചും കൂടി സന്തോഷം, സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോരോ ഏരിയസിലുമുള്ള എൻ്റെ മെമ്മറീസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. ഇപ്പുറത്തെ വീട്, ഒരു പഴയ കമ്പനി, പാലം, നമ്മുടെ അയൽക്കാരൊക്കെ ഉണ്ടാ. ഇതാണ് ചാത്തനാടിൻ്റെ ഒരു ചെറിയ വ്യൂ.
ഇപ്പോൾ പാലം പണിക്ക് വേണ്ടിയിട്ട് പല പല മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് എല്ലാ വീടുകളും കാണാൻ പറ്റും. നേരത്തെ ഇങ്ങനെയൊന്നും, അതായത് അപ്പുറത്തോട്ടുള്ള വീട്ടിലൊക്കെ നമുക്ക് വേണ്ടി കാണാൻ പറ്റുന്നില്ല. ഇപ്പം എല്ലാം നല്ലപോലെ കാണാൻ പറ്റും. സൺസെറ്റ് നമുക്ക് കുറച്ച് വിസിബിളാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. എൻ്റെ ക്യാമറ അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്തത്. അങ്ങനെ താഴത്തുള്ള വ്യൂ ഇതാണ് കേട്ടോ നമ്മുടെ, അതായത് അഴയുന്ന തുണിയൊക്കെ എടുത്തതിന് ശേഷമുള്ള നമ്മുടെ മുകൾ വശത്തിൻ്റെ ഭാഗം. ഇത് ആ കാണുന്നത് നമ്മുടെ താഴത്തെ ഉണ്ടായിരുന്ന പഴയ ടി വി സ്റ്റാൻഡായിരുന്നു. ഇതാണ് നമ്മുടെ ഹാളിൻ്റെ പകുതി സ്പേസ് കളഞ്ഞതെന്ന് വെച്ചൊരു സാധനം. ഇത് മാറ്റിയപ്പോൾ കുറച്ചും കൂടി സ്പേസ് തോന്നി. ഇപ്പോൾ ഇതേ ഒപ്പം ചെറിയ ചെടിച്ചട്ടികളൊക്കെ വെച്ച് അതിങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വേറെ ഒന്നും ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാം ചെയ്യുക. അതല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന് കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ നിർബന്ധിക്കണില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഫ്ലോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.